and a ho ho, with a hee and a ho and a ha ha, with a ho and a ha and a hee hee. I'm the happiest Christmas tree, ho ho ho, hee hee hee. Someone came and they found me and they took me home again. Oh, I'm the happiest Christmas tree, ho ho ho, hee hee hee. Look how pretty they dress me, oh lucky, lucky me. I got shiny bells that jingle and tiny lights that jingle. Whenever anyone passes by, I blink my lights and I wink my eye. I'm the happiest Christmas tree, a Christmas day, wait and see. I'll be laughing happily with a ho 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 hee hee. With a hey and a hee and a ho ho, with a hee and a ho and a ha ha, with a ho and a ha and a hee hee. Shiny bells that jingle and tiny lights that tingle. Whenever anyone passes by, I blink my lights and I wink my eye. I'm the happiest Christmas tree, a Christmas day, wait and see. I'll be laughing happily with a ho 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 hee hee. I'm the happiest Christmas tree, a Christmas day, wait and see. I'll be laughing happily with a ho 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 hee hee. Hi friends, welcome back to Shalom TV Little Hearts in association with Jesus Youth Kairos Buds. എല്ലാ കൂട്ടുകാർക്കും ഷാലോം ടിവിയും ജീസസ് യൂത്ത് കെയ്റോസ് ബഡ്സും ചേർന്ന് ഒരുക്കുന്ന ലിറ്റിൽ ഹേർട്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഫസ്റ്റ്ലി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നിങ്ങളൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്തോ? അതോ എടുത്തിട്ട് പാലിക്കാതിരിക്കാൻ തന്നെയാണോ ഈ വർഷം? ഞാൻ എല്ലാ വർഷവും റെസൊല്യൂഷൻസ് എടുക്കും, പക്ഷെ അതൊന്നും പാലിക്കാറില്ല. പക്ഷേ ഈ വർഷം എടുത്തേക്കുന്നത് ഞാൻ എന്തായാലും ഫോളോ ചെയ്യും. ഞാൻ ഈശോയുടെ അടുത്ത് കൂടുതൽ അടുത്ത റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളും എന്നോടൊപ്പം കൂടൂലേ? നമ്മൾ ഇത്രയും നാളും ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡുകളായിരുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നത്. ഇനി നമ്മൾ നമ്മുടെ പഴയ രീതിയിലേക്ക് പോവാം. പഴയതെന്ന് പറഞ്ഞ് വെറൈറ്റി അല്ലെന്നല്ല. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻ്റ് ആണ് കിഡ്സ് വൈബ്സ്. ജോഷുവേ, ഹലോ. എടാ നീ എന്താണ് ഇവിടെ ഇങ്ങനെ ഇരിക്കണേ? എന്ത്? എന്താ കുറച്ച് ദിവസമായല്ലേ ഞാൻ ശ്രദ്ധിക്കണേ, ഒരു മൂഡ് ഔട്ടൊക്കെ ആയിട്ടിരിക്കണേ? ഒന്നുമില്ലടാ, നിനക്ക് തോന്നുന്നല്ല, നീ ശരിക്കും സാട. എനിക്ക് കുറച്ച് ദിവസമായിട്ട് തോന്നുന്നുണ്ട് നീ ഇത് മൂഡ് ഔട്ടാണ്. നമ്മൾ ചങ്ക് ഫ്രണ്ട്സില്ല, അപ്പൊ നീ എന്ത് പറ്റിയാലും ഞങ്ങളോട് പറയണ്ടേ? എടാ സങ്കടമാണേലും സന്തോഷമാണെങ്കിലും ഈ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ നല്ലതാ. ഒന്ന് പോടാ നിങ്ങൾ, എനിക്കെന്താ പറയണ്ടെന്ന് അറിഞ്ഞൂടാ. കുറേ ദിവസമായിട്ട് എനിക്ക് പഠിക്കാനൊന്നും തോന്നുന്നില്ല. അത് കാരണം ടീച്ചർമാരുടെ വായിന്നുള്ള എല്ലാ ദിവസവും കേൾക്കണം. ഞാനിനി ഈ സ്കൂളിലൊന്നും വരാനില്ല. എടാ നീ അങ്ങനെ സ്ട്രോങ് ഡിസിഷൻ ഒന്നും എടുക്കല്ലേ, നമുക്ക് പരിഹാരം കാണാം. എന്ത് പരിഹാരം? നിങ്ങളെങ്ങനെ പരിഹാരം കാണാനാണ്? നമുക്ക് കാണാം, നമുക്ക് നോക്കാം. അവസാനം രണ്ടുപേരും കൂടെ എന്നെ പെരുവഴിയിലാക്കും, നിങ്ങളെല്ലാവരും കൂടെ. നിനക്ക് അത്രയ്ക്ക് ഞങ്ങളെ വിശ്വാസമില്ലേ? അതുകൊണ്ടൊന്നും അല്ല. എന്നാ ഡോൺ വറി, വാ നമുക്ക് പ്രശ്നത്തിന് പരിഹാരം കാണാം. ശരി, വാടാ പോവാ. എടാ നടക്കട ഒന്ന്. എന്റെ പൊന്നുമോനെ തള്ളണ നിർത്ത്, കുറെ നേരമായിട്ട്. നീ നടക്കങ്ങോട്ട്. എന്തിനാണ് ഇത്രയും പെട്ടെന്ന് പോണേ? നടക്ക്. അതേ സുജാൻറ്റി പോകുന്നു. സുജാൻറ്റി എന്താണ് എല്ലാരും പോയല്ലോ, ലേറ്റ് ആയി നിങ്ങള്? അത് ഇവൻ കൊറേ നേരം അവിടെ വിഷമിച്ചിരിക്കായിരുന്നു, അപ്പൊ ഇവനെ വിളിക്കാനും വഴി നിക്കണ്ട, നമുക്ക് ഇങ്ങോട്ട് മാറി നിൽക്കാം. ഇനി ആരെങ്കിലും എന്ത് പറ്റിയില്ല? എന്താ ലേറ്റ് ആയത്? ഇവൻ അവിടെ വിഷമിച്ചിരിക്കായിരുന്നു, അപ്പൊ കൊറേ നേരം എടുത്ത് ഇവനെ വിളിച്ചു. എന്ത് പറ്റിയുടെ വഴക്കേട്ടാ ടീച്ചർ ഇന്ന്? അങ്ങനെയൊന്നുമില്ല ആൻറ്റി. രണ്ടാഴ്ചയായിട്ട് അവൻ പഠിക്കുന്നു ശ്രദ്ധിക്കുന്നുമില്ല, ഞങ്ങളോട് കളിക്കാനും വരത്തില്ല. എന്ത് പറ്റിയടാ?
ഒന്നുമില്ല ആൻറ്റി, ഇവര് പറഞ്ഞൊക്കെ തന്നെ. ഇവര് പറഞ്ഞത് ഇപ്പൊ നീ പഠിക്കുന്നില്ല എന്നല്ല, അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ അല്ലേ? എന്താ നിങ്ങൾ വല്ല ഉടക്കിയാ? പിന്നെന്താ പറ്റി? അത് പിന്നെ ആൻറ്റി, കഴിഞ്ഞ 2 വർഷമായിട്ട് എന്നെ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന അനിത മിസ്സാ. ഈ വർഷം മിസ്സ് മാറിപ്പോയി, പുതിയ ടീച്ചർ വന്നു. മിസ്സ് പഠിപ്പിക്കുന്നതാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. സിമ്പിൾ അല്ലേ? ടീച്ചറോട് എനിക്ക് മനസ്സിലായില്ല മിസ്സേ ഒന്നുകൂടെ പറഞ്ഞു തരാൻ പറഞ്ഞ ഏത് ടീച്ചറും പറയും. അത് ചോദിക്കായിരുന്നില്ലേ? അതൊക്കെ ചോദിച്ചു, പക്ഷേ വീണ്ടും പറഞ്ഞു തരികയും ചെയ്തു, പക്ഷെ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അത് ടീച്ചർ കുഴപ്പമില്ല. നിങ്ങൾക്കൊക്കെ അനിത മിസ്സ് പഠിപ്പിക്കണം മനസ്സിലാവുണ്ടോ? നിനക്ക് മനസ്സിലാവുണ്ടോ? അത് ശരിയാ. കഴിഞ്ഞ മാസം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സയൻസ് മിസ് ട്രാൻസ്ഫർ ആയി പോയപ്പോൾ എനിക്ക് 2 ദിവസം വിഷമമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാറി. അപ്പോൾ ഇവൻ്റെ പ്രശ്നം അതാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ടീച്ചറാണ് നിൻ്റെ പ്രശ്നം. കഴിഞ്ഞ വർഷത്തെ മിസ്സ് മാറിപ്പോയി, പകരം പുതിയ മിസ്സ് വന്നു. മിസ്സ് എത്ര ചോദിച്ചാലും പറഞ്ഞു തരുന്നുണ്ട്, ഇവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിനക്ക് പഴയ മിസ്സിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നിൻ്റെ മനസ്സിൽ ബാക്കി നിൽക്കുന്നുണ്ട് അല്ലേ? അതിപ്പോൾ ഇവൻ പറഞ്ഞ പോലെ 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് വിട്ടുകളയേണ്ട കാര്യമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഏത് ടീച്ചർ വന്നാലും നമുക്ക് നമ്മളായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള ടീച്ചർ പോയാൽ നമുക്ക് സങ്കടം വരും. പക്ഷേ അവർ പോയി കഴിയുമ്പോൾ പുതിയ ടീച്ചറുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ പഴയതിനേക്കാൾ നല്ല മിസ്സായിരിക്കും വന്നേക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അതോർത്ത് സങ്കടപ്പെട്ടിരുന്നൊരു കാര്യത്തിൽ മിസ്സ് 2ാമതും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ നീ 2 ആഴ്ച വെച്ച് നീട്ടിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അത് പിന്നെ ആൻറ്റി, എനിക്ക് ആദ്യം മാത്സ് ഇഷ്ടമല്ലാതായി, പിന്നെ ഇപ്പോൾ ഒന്നും പഠിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു മിസ്സ് പോയി, മാത്സിൻ്റെ ഒരു മിസ്സ് മാറി, ആ സബ്ജക്റ്റ് ഇഷ്ടമല്ലാണ്ടായി, പിന്നെ സ്റ്റഡീസ് തന്നെ ഇഷ്ടമല്ലാണ്ടായി. ഇത് നീ ഒരു ചെറിയ പ്രശ്നത്തെ നീ വലുതാക്കി. അത്രയും വലുതാക്കേണ്ട പ്രശ്നമില്ലായിരുന്നു. നിനക്ക് സിമ്പിളായിട്ട് ഇത് നേരത്തെ ഹാൻഡിൽ ചെയ്ത് നിങ്ങളുടെ സ്കൂളിൽ കൗൺസിലറില്ലേ? നിനക്ക് കൗൺസിലറുടെ അടുത്ത് പോയി സംസാരിക്കായിരുന്നില്ലേ? ഞാൻ കൗൺസിലറിൻ്റെ അടുത്തൊന്നും പോകാറില്ല ആൻറ്റി. നീയും പോകാറില്ലേ? ഇല്ല. നീയും പോകാറില്ല? കൗൺസിലർ ആരാന്നറിയോ നിനക്ക്? പറഞ്ഞോ, നിനക്ക് അറിയണ എന്താ വെച്ചാ പറ. എന്ത് രോഗമുള്ളവര്? എന്താണ് മാനസിക രോഗമുള്ളവര് ചികിത്സിക്കുന്നത്. കൊള്ളടി. മാനസിക രോഗമുള്ളവർ ചികിത്സിക്കുന്ന ആളുടെ പേരാണ് സൈക്കാട്രിസ്റ്റ്. ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു കൗൺസിലർ വയ്ക്കുന്ന എന്താ സ്റ്റുഡൻസ് മുഴുവൻ മാനസിക രോഗികളാണോ? അപ്പോൾ മാനസിക രോഗമുള്ളവർ ചികിത്സിക്കുന്ന ആളല്ല കൗൺസിലർ. സ്കൂളിൽ കൗൺസിലർ വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടെൻഷൻസ് ഇല്ലേ നിങ്ങൾക്ക്, അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കൗൺസിലർ എന്ന് പറയുന്നത്, സ്കൂൾ കൗൺസിലർ എന്ന് പറയുന്നത്. ഒന്ന്, ഇപ്പം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പോയി പറയാം. 2, ഇപ്പം നിങ്ങൾക്ക് സ്റ്റഡീസ് ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചു, എത്ര പഠിച്ചാലും ഓർമ്മ നിൽക്കുന്നില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ കുറേ ചെറിയ ചെറിയ നിങ്ങളുടെ സ്റ്റഡീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇല്ലേ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിലൊരു എന്താ ചെയ്യേണ്ടത്, അടുത്ത എന്ത് സബ്ജക്റ്റ് പഠിക്കണം, അങ്ങനെയുള്ളൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് തരും. ഇങ്ങനെ പല കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് സ്കൂളിലെ ഒരു കൗൺസിലർ. ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടീച്ചേഴ്സായിട്ടൊരു പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡീസിലുള്ള ബുദ്ധിമുട്ട്, ഇനി ഈവൻ നിങ്ങളുടെ വീട്ടിലെ പ്രോബ്ലംസ് പോലും നിങ്ങൾക്ക് കൗൺസിലറുമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഉണ്ടല്ലോ, ഇപ്പോൾ വീട്ടിലെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, അത് നമ്മളെ മെൻ്റലി ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പഠിക്കാൻ പറ്റാണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളുടെ എന്ത് പ്രശ്നവും നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ആളാണ് കൗൺസിലർ. നിങ്ങൾ ഈ സ്കൂളിലെ കൗൺസിലറോട് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ കൗൺസിലർ ഉടനെ ക്ലാസ് ടീച്ചറെ വിളിച്ച് പ്രിൻസിപ്പളിനെ വിളിച്ച് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയില്ല. ഏറ്റവും സീക്രട്ടായിട്ട് നിങ്ങൾ പറയുന്ന കാര്യം കൗൺസിലർ കീപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വളരെ സേഫാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. അത് വേറൊരാൾ കൗൺസിലർ അറിയിക്കാതെ കൗൺസിലർ നിങ്ങളെ ഹാൻഡിൽ ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ എക്സർസൈസുകൾ, തെറാപ്പികളൊക്കെ പറഞ്ഞു തരും. നിങ്ങൾക്ക് എപ്പോഴും പഠിക്കാൻ മടി വരുന്നു, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെയുള്ള ചെറിയ ചെറിയ എക്സർസൈസുകൾ, ഈസി സ്റ്റഡി ടിപ്സ്. പിന്നെ പരീക്ഷ ആകുമ്പോൾ പേടിയുണ്ടോ? അപ്പോൾ നിങ്ങളുടെ എക്സാം ഫിയർ, ചില എക്സാം വരുമ്പോൾ നമുക്ക് പേടി ഒക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെയുള്ള നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ എല്ലാ പ്രോബ്ലംസും കൗൺസിലർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്താൽ പോരെ, പാരൻസിനോട് ഷെയർ ചെയ്താൽ പോരെ എന്ന് ഇല്ലേ, ഡൗട്ടില്ലേ? അപ്പോൾ ഈ ചില വീട്ടിൽ പാരൻസ് ആയിരിക്കും പിള്ളേർക്ക് പ്രോബ്ലം. ചിലരുടെ വീട്ടിൽ ചിലപ്പം മദ്യപിക്കുന്ന ഒരു അച്ഛനായിരിക്കും, അച്ഛനോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കൗൺസിലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സേഫായിട്ടെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളാണ്. അപ്പം ഞാൻ നേരത്തെ കൗൺസിലറിനെ കണ്ടായിരുന്നു അല്ലേ ആൻറ്റി? ഇപ്പോഴും വൈകിട്ടില്ല, ഇനി അറ്റ് ദി ഏർലിയസ്റ്റ് നാളെ തന്നെ സ്കൂളിൽ വരുമ്പോൾ ആദ്യം പോയി കൗൺസിലറെ കാണാം. ഓക്കെ, ഒരു സ്കൂളിലൊരു കൗൺസിലറുടെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ ആൻറ്റി. ആൻറ്റി, ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളോടൊക്കെ പറഞ്ഞോളാം, പിന്നെ ആൻറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെയല്ലേ വിചാരിച്ചേക്കുന്നത്, മെൻ്റൽ ഉള്ളവരെ ചികിത്സിക്കുന്നതെന്നൊക്കെ. അവരുടെ തെറ്റിദ്ധാരണയെ നിങ്ങൾ പറഞ്ഞ് മാറ്റി കൊടുക്കണം. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോയി കൗൺസിലറെ കാണുമോ? ഓക്കെ ആൻറ്റി. സോൾവ് ആയോ നിൻ്റെ പ്രശ്നം? ഹാപ്പി ആയോ? അപ്പോൾ ഇന്ന് ഇവരുടെ കൂടെ പോയി കളിക്കണം കേട്ടോ. ഇനി വിഷമിപ്പിക്കരുത്. നാളെ രാവിലെ വരുമ്പോൾ
വരുമ്പോൾ തന്നെ പോയി കൗൺസിലറെ കാണാം. ഓക്കെ, ബൈ. ഞാൻ പോയിക്കോട്ടെ. പതിവ് പോലെ ഇന്നത്തെ കിഡ്സ് വൈബ്സിലും നമ്മുടെ കൂട്ടുകാർ നല്ല മീനിങ് ആയിട്ടുള്ള മെസ്സേജ് ആണല്ലേ നമുക്ക് തന്നത്. ഇതൊക്കെ ഫോളോ ചെയ്താൽ നമ്മുടെ ലൈഫ് നമുക്ക് കൂടുതൽ വാല്യുബിൾ ആക്കാൻ പറ്റും. എന്നാൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെൻ്റായ ക്രാഫ്റ്റ് സിറ്റിയിലേക്ക് പോയാലോ? ഇന്ന് എന്താണാവോ നമ്മളെ പുതിയതായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. Hi everyone, welcome back to Craft City. Today, let's prepare something very interesting. So, നമ്മൾ ഈ ട്രീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ആക്ച്വലി ക്രിസ്മസ് ട്രീയിൽ നമ്മൾ പൈൻ കോണൊക്കെ അതിലേക്ക് നമ്മൾ ഹാങ് ചെയ്യാറുണ്ട്. സോ ദിസ് ബേസിക്കലി ടു ഡെക്കറേറ്റ് ഇറ്റ് മോർ. സോ ടുഡേ ലെറ്റ്സ് മേക്ക് ഇറ്റ് വിത്ത് പേപ്പർ. സോ പേപ്പറും കൊണ്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും. So there's a different paper known as crepe paper which is available in the market. So crepe paper is a paper that we use to prepare flower and all. So flowers are kondakanalla paper another. So if that's not available with you, you can also use a normal paper that we have. So here I'm going to use brown paper to make a pine cone. Materials required are Fevicol, scissors, pencil, quilling tool, and A4 size papers. So first ഞാനിവിടെ ഒരു A4 size paper എടുക്കുന്നുണ്ട്. ഞാൻ ബ്രൗൺ കളർ എടുത്തേക്കുന്ന കാരണം we're using it to make a pine cone. So if you have a dark colored brown also is fine. ഇതിനെ നമ്മൾ ഹാഫ് ആക്കുവാണ്. So we're going to take it horizontally and then half it. പിന്നെ again ഒന്നും കൂടെ നമ്മൾ ഫോൾഡ് ചെയ്യുന്നു. So we're going to do it once more also. So ഇങ്ങനെ ഒരു സ്മോൾ ലൈക്ക് ചെറുതായിട്ട് നമുക്ക് കിട്ടണം. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു സർക്കിൾ കട്ട് ചെയ്യാൻ പോവാം. സോ സർക്കിൾ കട്ട് ചെയ്യാൻ നേരം ഇറ്റ്സ് നോട്ട് ദാറ്റ് ടീഡിയസ്, കാരണം നമുക്ക് ഒത്തിരി ലൈക്ക് ഒരു പെർഫെക്റ്റ് സർക്കിളൊന്നും ആവശ്യമില്ല. യു കെൻ ജസ്റ്റ് മേക്ക് ഇറ്റ് ലൈക്ക് ദിസ്. യു കെൻ ജസ്റ്റ് ഡ്രോ ഇറ്റ് വിത്ത് യുവർ ഹാൻഡ്സ്. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് മതി. അത് കഴിഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. So I've just cut it out. Now we're going to make flowers from this. So as you can see, എനിക്ക് ഇതിനകത്ത് നിന്നൊരു 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. So flower ഷേപ്പിൽ ഒരു സെൻറ്ററിൽ ഒരു സർക്കിൾ വരച്ചിട്ട് we are going to make small flowers. So ഇത് പെർഫെക്റ്റ് ഫ്ലവേഴ്സ് ഒന്നും ആണെന്നില്ല, കാരണം നമ്മൾ ഫ്ലവർ അല്ല ഇവിടെ ഉണ്ടാക്കുന്നത്. we're going to make a pine cone. So this is just to get the shape of that. So ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. സോ എൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ലീവ് ചെയ്തിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. സോ വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ് കണ്ടിന്യൂസ്ലി. ഓക്കെ, സോ ഐ ഹവ് കട്ട് ഇറ്റ് ഔട്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡും കൂടെ എനിക്ക് കട്ട് ചെയ്തെടുക്കണം. സോ ഞാനിവിടെ എല്ലാം ലൈക്ക് ഓൾ ദി 8 സർക്കിൾസ് ദാറ്റ് ഐ ഗോട്ട് അതെല്ലാം ഞാൻ ഒന്നിച്ച് വെച്ചാൽ കട്ട് ചെയ്തത്. Okay, so now we are going to curl it. So നമ്മുടെ ഈ quilling tool വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ എഡ്ജസ് എല്ലാം ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻറ്ററിലേക്ക്. സോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് അത് വെച്ചൊന്ന് സർക്കിൾ ചെയ്താൽ മതി. ആ പേപ്പർ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്താൽ മതി. സോ ദിസ് ഇസ് ബേസിക്കലി ഡൺ ടു മേക്ക് ഇറ്റ് എ ബിറ്റ് മോർ സെൻട്രലൈസ്. ലൈക്ക് നമ്മളത് വെക്കുമ്പം ആ കോണിൻ്റെ ഷേപ്പ് വരാനായിട്ട് ഒരു പൈൻ കോൺ പോലെ ഇരിക്കാനായിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത്. സോ നമ്മൾ എല്ലാം ഓരോന്നും അതുപോലെ ചെയ്യണം. So you can take all and do the same thing. Okay. So next we are going to make the quilling paper. So quilling paper is available in the market. So namakku ingante small sheets of papers are gettum. So there might be people who make earrings and all with this. So they'll know about it. Allenki you can also take a small A4 size paper like this and cut out its edges. So the side ingane cheriya length eduthu cut cheyidale madi. It's the same, but quilling paper on the market, you know, I can be a bit more evenly sized. So that is the only difference. So the cutting ellam equally spaced on nokanam. So I've cut out 5 of them. So if you want, you can also use 6. Now we're going to take the quilling tool and idine ee oru idinte edakkude kettiittu
നമ്മൾ നോർമലി വിൽ ബി ഹാവിങ് ദ നീഡിൽ ആൻഡ് ദി ത്രെഡ്. സോ അതുപോലെ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇതിൻ്റെ ഒരു എഡ്ജ് വെച്ചിട്ട് യു ജസ്റ്റ് ഗോയിങ് ടു ഫോൾഡ് ഇറ്റ് ലൈക്ക് ദിസ്. സോ ദാറ്റ് ഇസ് ഹൗ വി യൂസ് ഇറ്റ്. So if you don't have this also, you can just do it with your hand. So it is basically to curl this. So when you use this, it will be a bit more easier. So അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കേൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ക്വില്ലിംഗ് ടൂൾ ഇതിനകത്ത് നിന്ന് എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. So we're going to make 6 of them. So basically ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഉണ്ടാക്കിയ ഓരോ പെറ്റൽസിൻ്റെയും ഇടയ്ക്ക് വെക്കാനാണ്. So if you make more of them also it's fine because we'll anyway need some of them. So ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. സോ ഇതിങ്ങനെ ക്വിൽ ചെയ്യാൻ നേരം ഇതിൻ്റെ ലെങ്ത് എല്ലാം ഈക്വലി ആണെന്ന് നമ്മൾ നോക്കണം. ലൈക്ക് ഇറ്റ് ഷുഡ് നോട്ട് ഗോ അൺഈവൻ. ഒത്തിരി ഫാർ ആയിട്ട് പോയി യു നോട്ട് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് ഔട്ട് ഈസിലി. സോ ദ പേപ്പർ വിൽ ഓൾസോ ഗോ. സോ ഇതിലേക്ക് ഇതുപോലെ 4 more നമ്മൾ ചെയ്യണം. സോ ഞാനിവിടെ 7 എണ്ണം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഇനി നമ്മൾ മുമ്പ് പ്രിപ്പയർ ചെയ്ത ആ ഒരു ഫ്ലവേഴ്സിൻ്റെ മേലിലേക്ക് 1 by 1 നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. സോ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ ക്വില്ലിംഗ് പേപ്പറും എടുത്തിട്ട് അതിൻ്റെ മേലിൽ സ്റ്റിക്ക് ചെയ്യുക. സോ we need to apply more glue here കാരണം അത് സ്റ്റിക്ക് ചെയ്യാൻ കുറച്ച് നേരം എടുക്കും. and also സ്റ്റിക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് സ്റ്റിക്ക് ചെയ്യാം. സോ it will look like this. So quilling paper is not actually necessary കാരണം ഇത് നമ്മൾ ഇച്ചിരി കൂടെ പൊക്കി ഒരു 3D എഫക്റ്റ് വരാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. സോ 1 by 1 ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സോ അതിനെ നമ്മൾ പ്രസ് ചെയ്തൊന്ന് കൊടുത്താൽ മതി അതിൻ്റെ സെൻറ്ററിലേക്ക്. നമ്മൾ മുമ്പ് വരച്ചപ്പം ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ വരച്ചായിരുന്നു. സോ ആ ഒരു സെൻറ്ററാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്. സോ നമ്മളിവിടെ എല്ലാം സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ദിസ് ഇസ് ഹൗ ദ പൈൻ വിൽ ലുക്ക്. സോ നിങ്ങൾക്ക് ഇതിനെ നടുക്ക് കൂടെ കാണാൻ പറ്റും അതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ ആ ക്വില്ലിംഗ് പേപ്പർ വെച്ച് സ്റ്റിക്ക് ചെയ്തത്. സോ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ ബേസിക്കലി പൈൻ കോൺ ഇസ് ദ തിങ് ദറ്റ് വി പുട്ട് ഇൻ ആ ട്രീ. നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഒരു ചെറിയ ബ്രൗൺ കളർ സാധനം ഉണ്ടല്ലോ നമ്മളിങ്ങനെ തൂക്കിയിരുന്നത്. സോ ദാറ്റ് ഇസ് ദി തിങ് ദാറ്റ് ഇസ് we've made. So paper കൊണ്ടായതുകൊണ്ട് there will be some consequences in making it, but then still this is how you do it. So വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു small hanging കൊടുക്കാം and you can also color this tree. So that's all. Thank you. ഇന്ന് നമ്മളെ ക്രാഫ്റ്റ് സിറ്റിയിൽ പഠിപ്പിച്ച പൈൻ കോൺ എന്ത് ഭംഗിയായിരുന്നല്ലേ. എല്ലാവരും അത് മറക്കാതെ ഉണ്ടാക്കി നോക്കണം. നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് ടീൻസിനും യൂത്തിനും ഉള്ളതാണ്. ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും പതിവ് സെഗ്മെൻറ്റ് ലെറ്റ്സ് സോൾവ് ദ പസിൽ. ഇനിയും ഉണ്ടല്ലോ 2 മണിക്കൂർ. നമുക്ക് ഇന്നലെ നിങ്ങൾ പ്രോഗ്രാമിന് വന്നായിരുന്നോ? വന്നായിരുന്നോ? നീ വന്നായിരുന്നോ? ഞാൻ വന്നില്ല, എനിക്ക് ഫുട്ബോൾ കളിണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു. ഞാൻ കുറച്ച് നേരം വന്നു. പിന്നെ എന്തെങ്കിലും മ്യൂസിക്കൽ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് കൂടാം. പക്ഷെ ഇന്നലെ അങ്ങോട്ടൊരു സുഖം ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം കൂടിയിട്ടോ. പിന്നെ ക്ലാസ്സിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് നേരം നിന്നേച്ച്. പിന്നെ പക്ഷെ പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുഴപ്പമില്ലായിരുന്നു തോന്നുന്നില്ല. എന്താ ഗൈസ് പരിപാടി? ഇനി ഇപ്പോൾ ക്ലാസ് തുടങ്ങാൻ 2 മണിക്കൂറുണ്ട്. അപ്പം ഇങ്ങനെ ക്യാൻറ്റീനിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞിരിക്കുക. അന്ന് നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് അഡോറേഷൻ ചാപ്പലിൽ പോയിരുന്നാലോ? എന്തായാലും 2 മണിക്കൂറുണ്ട്. നല്ല കാര്യം. ശരി, അഡോറേഷൻ ചാപ്പലിൽ പോകണോ? നമുക്ക് കറങ്ങണമെന്ന പരിപാടിയുള്ളൂ. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? എനിക്കെന്തോ ഒരു ഇതില്ല. എന്താ പറയുക, ഈ അഡോറേഷൻ ചാപ്പലിലൊക്കെ ഈ ഗോതമ്പപ്പത്തിൽ ഈശോയുടെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ. എനിക്കെന്തോ അഡോറേഷൻ ഇരിക്കുമ്പോൾ ഭയങ്കര സമാധാനമാണ്. നമ്മളിങ്ങനെ കുഞ്ഞിലെ തൊട്ടൊക്കെ കേൾക്കണതല്ലേ, അഡോറേഷൻ ഇരിക്കുമ്പോൾ ഈശോ ആണ് മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ഈശോ എന്തോ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. എന്താ പറയുക, പരീക്ഷകളൊക്കെ ശരിയാ, ഭയങ്കര ഒരു സമാധാനമാണ്.
നമുക്ക് ഏതായാലും ഇതിൻ്റെ ചാപ്പലിൽ പോവാം. അവിടെ ആകുമ്പോൾ ചിലപ്പോൾ മാർട്ടിനച്ഛനുണ്ടോ, നമുക്ക് അച്ഛനോടൊന്ന് സംസാരിക്കാം. അപ്പം നിന്റെ സംശയം തീർക്കാം. നല്ല ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഉണ്ടല്ലോ ഇന്ന്. എന്ത് പറ്റിയെന്ന് ഒരുമിച്ച് ഇങ്ങനെ കൂടെ വന്നപ്പോൾ പള്ളി കയറിയിട്ട് പോകാന്ന് വിചാരിച്ചു. ക്ലാസ്സില്ല അപ്പം ഇന്ന്? ഓ കൊള്ളാം. സത്യം പറഞ്ഞാൽ വന്നതിൽ വേറൊരു കാര്യമുണ്ട്. ഇവന് വന്ന വഴി തന്നെ ഭയങ്കര ഡൗട്ടായിരുന്നു. ഇവനൊരു കാര്യത്തിന് പറ്റി ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് അറിയില്ല. അപ്പം അച്ഛനൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. എന്താണ് നിന്റെ സംശയം? വേറൊന്നുമല്ല, ഈ നമ്മൾ കുർബാനയിലും ആരാധനയിലൊക്കെ ഈ ദിവ്യകാരണം വെക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഡൗട്ട് എന്താ വെച്ചാൽ ആ ഗോതമ്പപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യം വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് മനസ്സിലാവണല്ലോ. ആ അപ്പത്തിന് എന്താ സ്പെഷ്യലായിട്ടുള്ളത്? ഓ അത് നമുക്ക് പറഞ്ഞുതരാം. അത് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് അനുഭവം ഉള്ളതല്ലേ, അത് ഈസിയായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, വരൂ. അപ്പം നിങ്ങൾ മിടുക്കന്മാരാണല്ലോ, മിടുക്കികളാണല്ലോ. ഒരുമിച്ച് കൂടിയപ്പോൾ ഇങ്ങനെ സംശയങ്ങളൊക്കെ കൊള്ളാം. നിങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ടോ? ഉറപ്പാണോ? ഓക്കെ. കുർബാന സ്വീകരിക്കാറുണ്ടോ എല്ലാ ദിവസവും? ഓക്കെ. കുമ്പസാരം ആഴ്ചയിലൊരിക്കല്? കൊള്ളാം. ഓക്കെ. അപ്പോൾ ഞാനും ഇതേപോലെ എല്ലാ ദിവസവും കുർബാന അർപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കുകയാണ് ഞാൻ. യേശു ചെയ്തപോലെ അല്ല, യേശു നമുക്കെല്ലാവർക്കും വേണ്ടി സ്വയം അർപ്പിക്കുകയായിരുന്നു. അതുപോലെ വൈദികരെല്ലാവരും കുർബാന അർപ്പിക്കുമ്പോൾ സ്വയം അർപ്പിച്ചുകൊണ്ടാണ് കുർബാന അർപ്പിക്കുന്നത്. ഓക്കെ, നല്ല സംശയമാണ് നീ ചോദിച്ചത് കേട്ടോ. എങ്ങനെയാണ് തിരുവോസ്തിയിൽ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയാം? അതായിരുന്നില്ല എൻ്റെ ചോദ്യം. ഓക്കെ, നമുക്ക് ഓർക്കാം, നമ്മൾ കാഴ്ച വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഓസ്തിയും വീഞ്ഞും കാഴ്ച അർപ്പിക്കുമ്പോൾ അത് യേശുവിൻ്റെ തിരുവോസ്തിയും തിരുരക്തമല്ല. പിന്നീട് വൈദികൻ തൻ്റെ കൈവെപ്പിലൂടെ പ്രത്യേകമായ ഒരു പ്രാർത്ഥനയിലൂടെ ശേഷമാണ് ആ ഓസ്തിയും വീഞ്ഞും യേശുവിൻ്റെ തിരു ശരീരവും തിരുരക്തവുമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അവിടെ കാണുന്നത് എന്താണ്? യേശുവിൻ്റെ റിയൽ ആൻഡ് പേഴ്സണൽ പ്രസൻസ് ഓഫ് ദ ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഓർക്കാം, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഓ ഇത് യേശുവിൻ്റെ രക്തം മാത്രമാണ് അല്ലെങ്കിൽ മാംസം മാത്രമാണ്. അങ്ങനെയല്ല. യേശുവിൻ്റെ ശരീരം രക്തം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള യേശുവാണ്. അപ്പോൾ നമ്മൾ അത് സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ ഒരു ഭാഗം മാത്രമല്ല, മുഴുവനായിട്ട് യേശുവിനെ നമ്മൾ സ്വീകരിക്കുകയാണ്. അതാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്, ദിവ്യകാരുണ്യം. നിങ്ങൾക്കറിയാം, യേശുവിൻ്റെ ഈ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ലോകത്ത് പല അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊരു ഏറ്റവും വലിയൊരു അത്ഭുതം നമ്മൾ ഓർക്കുന്നത് ഇറ്റലിയിലെ ലാൻജാനോയിൽ വർഷങ്ങൾക്ക് മുമ്പാണ് യേശുവിൻ്റെ ഈ തിരു ശരീരം വ്യക്തമായിട്ട് അവർക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അവർ വിശ്വസിക്കുന്നത് അത് യേശുവിൻ്റെ ഹൃദയഭാഗമാണെന്നാണ്. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ, ഞാൻ അവിടെ ഇറ്റലിയിലാണ് പഠിച്ചത്. അപ്പോൾ ഈ സ്ഥലത്ത് ലഞ്ചാനോലി അവിടെ കാണാൻ പോകാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഞാനിത് യഥാർത്ഥത്തിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ വിശ്വാസത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഓർക്കേണ്ടത്, പരിശുദ്ധ കുർബാന നമ്മൾ ഈ അൾത്താരയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മോടൊപ്പം നമ്മുടെ കൂടെ ജീവിക്കുവാനായിട്ട് വരുന്ന ഒരു യേശു. അപ്പോൾ എനിക്കൊരു സംശയം, നമ്മൾ ഈ കുർബാന സ്വീകരിക്കുമ്പോൾ, കയ്യിലൊക്കെ സ്വീകരിക്കുമ്പോൾ അച്ഛന്മാർ പറയും കയ്യിൽ സ്വീകരിക്കരുത്, നാവിൽ സ്വീകരിക്കണം. ഓരോ ചെറിയ പാർട്ടിക്കിളിലും പൂർണ്ണമായിട്ട് ഈശോ ഉണ്ടെന്ന്. അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ചെറിയ പാർട്ടിക്കിളിലും മുഴുവൻ ഈശോ, അതെങ്ങനെയാണ്? ഈശോ എന്ന് പറഞ്ഞാൽ ദൈവമാണ് അല്ലേ? ദൈവത്തിന്
ഏതൊരവസ്ഥയിലായിരിക്കാനായിട്ടും കഴിയും. പ്രത്യേകിച്ച് അത് പറയുന്നത് വെച്ചാൽ നമ്മൾ ശ്രദ്ധയോടുകൂടി യേശുവിനെ സ്വീകരിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കളയാതെ, ചില ആൾക്കാർ താഴേക്ക് വീണ് പോകാറുണ്ട്. അപ്പം അത് ശ്രദ്ധയോടുകൂടി ദൈവത്തെ യേശുവാണെന്നുള്ള, യേശുവിൻ്റെ ശരീരമാണ്, യേശു തന്നെയാണെന്നുള്ള ബോധ്യത്തോടു കൂടി സ്വീകരിക്കാൻ വേണ്ടിയാണ് അച്ഛന്മാരെ അത് പറയുന്നത്. ഓക്കെ. അച്ഛൻ വേറെ ഡൗട്ട് എന്ന് വെച്ചാൽ, അച്ഛൻ പറഞ്ഞില്ലേ ഈ വൈദികർ കൈവച്ച് അപ്പത്തിനെയും വീഞ്ഞേയും കൈവച്ച് അതിനെ യേശുവിൻ്റെ ശരീരവും രക്തവും ആക്കും. അപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ ആവാതെ വരുമോ? ഇല്ല, അങ്ങനെ ആവാതെ വരുന്ന അവസ്ഥയില്ല. അത് ഈ മെത്രാനിലൂടെ ഈ വൈദിക പട്ടം സ്വീകരിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു അധികാരമാണ്. അങ്ങനെ ആവാതെ വരുന്ന ഒരു അവസ്ഥയില്ല. ഈശോയിൽ ശരീരം ആവണ ഒരു അവസ്ഥയില്ലേ, ശരിക്കും നമ്മൾ ഈ കാണുന്ന അല്ല മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു ശരീരം തന്നെ ആണോ ഈശോയുടെ ആ ഒരു രീതിയിൽ തന്നെ വരുന്നത്, ആ ഒരു അവസ്ഥയിലേക്ക് മാറി വരുന്നത്? തീർച്ചയായിട്ടും യേശുവിനെ നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്നത് നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന വലിയൊരു അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും. അപ്പോൾ ഈ പരിശുദ്ധ കുർബാന നടക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്താണോ ഈശോയുടെ ശരീരമായിട്ടത് മാറുന്നത്? അത് നമ്മൾ ഈ മുട്ടൂത്തി നിൽക്കുമ്പോൾ ഞാൻ കേട്ട ഒരു അറിവാണ്, മുട്ടൂത്തി നിൽക്കുന്ന ആ ഒരു സമയത്തിൽ എപ്പോഴായിരിക്കും ഈശോയുടെ ആ ഒരു തിരുവോസ്തി ഈശോയുടെ ശരീരമായിട്ട് മാറുന്നതെന്ന് വെച്ചാൽ പറഞ്ഞത്, അവിടെ ഒരു പെർട്ടിക്കുലർ ടൈമല്ല, അവിടെ ഈശോ വന്ന്. അപ്പോൾ അതെങ്ങനെയാ ഒരു കുർബാന പകുതി തുടങ്ങി കൂടുന്നു, അങ്ങനെയൊക്കെ കൂടുന്നു കുറേ പേരുണ്ടല്ലോ, അതൊരു ആദരവ് കുറവല്ലേ ശരിക്കും? കഴിയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കണം. പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ അല്ലെ, കടമുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള ദിവ്യബലിയിൽ പങ്കെടുക്കണമെന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. പിന്നെ ആർക്കെങ്കിലുമൊക്കെ വൈകി വരുന്നത് കൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് പരിശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രത്യേക മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഓസ്തിയും വീഞ്ഞും യേശുവിൻ്റെ തിരുശരീരം തിരുരക്തവും ആവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വൈദികൻ്റെ കൈവപ്പ് പ്രാർത്ഥനയിലൂടെയാണ്. പിന്നെ ഓർക്കുക, എന്തിനു വേണ്ടിയാണ് യേശു ഈ വലിയൊരു അത്ഭുതങ്ങളിൽ അത്ഭുതമായിട്ട് നമുക്ക് ഈ കുർബാന സ്ഥാപിച്ചത്? നമ്മോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ്. യേശു പറഞ്ഞില്ല, ഞാൻ ലോകാന്ത്യം വരെ നിങ്ങളോട് കൂടെ ആയിരിക്കും. എങ്ങനെയാ? ഈ പരിശുദ്ധ കുർബാന യേശുവിൻ്റെ മരണത്തിന് മുമ്പായിട്ട് യേശു സ്ഥാപിച്ചതാണ് അല്ല, പെസഹ ആഘോഷം. അത് എന്തിനു വേണ്ടി? ഞാൻ നിങ്ങളോട് കൂടെ ലോകാന്ത്യം വരെ കൂടെ ആയിരിക്കുന്നതിന് പറഞ്ഞതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് യേശു ഈ കുർബാന സ്വീകരിച്ചുകൊണ്ട് ഇന്നും എന്നും ലോകാന്ത്യം വരെ നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയിലേക്ക് കടക്കുകയാണ്. വിശുദ്ധരായിട്ട് മാറേണ്ടവരാണ് നമ്മളെല്ലാവരും. യേശു എന്താ പറഞ്ഞ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വിശുദ്ധനായിരിക്കുന്നത് പോലെ, പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ, പരിപൂർണരായിരിക്കുവിൻ. ഇതാണ് നമ്മുടെ വിളി. നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ ഓരോരുത്തരും വിശുദ്ധരാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ലാസ്റ്റ് ഡൗട്ട് ഇച്ചിരി കോൺട്രവേഴ്ഷ്യലാണ്. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ കുർബാനയിൽ എപ്പോഴും അപ്പമാണുള്ളത് പറഞ്ഞത്, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ശരീരം, പക്ഷെ ദൈവത്തിൻ്റെ രക്തവും ഉണ്ടല്ലോ, അത് ഒരിക്കലും അങ്ങനെ തരാറില്ലല്ലോ, അതെന്താ? ഒരിക്കലും തരാറില്ലെന്ന് പറയാൻ പറ്റില്ല. ചില ഇപ്പം നമ്മുടെ അംഗങ്ങൾ ഈ കുർബാനയിൽ പങ്കെടുക്കുന്നവർ കുറവാണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ വളരെയധികം ആളുകളുണ്ടെങ്കിൽ അത് അസൗകര്യമാണല്ലേ നമുക്ക് ഇത്രയും ആളുകൾക്ക് കൊടുക്കാനായിട്ട് രണ്ടും. പക്ഷേ ചില അവസരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ചെറിയ പള്ളികളിലൊക്കെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ കല്യാണ അവസരങ്ങളിൽ ഭാര്യയ്ക്കും ഭർത്താക്കും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ചില അവസരങ്ങളിൽ കൊടുക്കാറുണ്ട്. പിന്നെ ചില റിലീജിയസ് കമ്മ്യൂണിറ്റികളുണ്ടല്ലോ, അവിടെ കുറച്ച് പേരല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അവർക്കും അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഡിപ്പെൻഡ് ഓൺ ദ കമ്മ്യൂണിറ്റി. എത്ര ആളുകൾ അവിടെ വരുന്നുണ്ട് അതനുസരിച്ചാണ് നമ്മളത് തിരുശരീരം തിരുരക്തത്തിൽ മുക്കി കൊടുക്കുന്നത്. ഓക്കെ. നമ്മുടെ ടീൻസിനും യൂത്തിനും വേണ്ടിയുള്ള സെഗ്മെൻറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പതിവ് പോലെ അവരുടെ സംശയങ്ങളെല്ലാം നമ്മൾ തീർത്തു കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വീക്ക് പിന്നെ നമ്മുടെ പ്രോഗ്രാം കാണാൻ നിങ്ങൾ കാത്തിരിക്കില്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ടിൽ ദെൻ ബൈ ബൈ.
The happiest Christmas tree, ho ho ho, hee hee hee. Someone came and they found me and they took me home again. Oh, I'm the happiest Christmas tree, ho ho ho, hee hee hee. Look how pretty they dress me, oh lucky, lucky me. I got shiny bells that jingle and tiny lights that jingle. Whenever anyone passes by, I blink my lights and I wink my eye. I'm the happiest Christmas tree, a Christmas day, wait and see. I'll be